മേഖലകളിലും ഇത്തവണ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അതാണ് കോർപ്പറേഷനിൽ നിന്നുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന നകുൽ ചന്ദ്രൻ അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വെൺപകൽ വാർഡിൽ ആയിരുന്നു നകുൽ ചന്ദ്രൻ മത്സരിച്ചത്. മിന്നുന്ന വിജയം നകുൽ ചന്ദ്രൻ നേടിയിരിക്കുന്നു. 1-2 വോട്ടുകൾക്കല്ല, 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും ന്യൂസ് 18 കേരളത്തിന്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ കുടുംബം ഒന്നടങ്കം നകുലിനെ അഭിനന്ദിക്കുന്നു. നകുലിന്റെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, നല്ല ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ, ഏറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് ഒരു നഷ്ടം കൂടിയായിരുന്നു നകുൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന നകുൽ ഇപ്പോഴിതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതും തിരുവനന്തപുരത്ത് എൻഡിഎയുടെ ഒരു മുന്നേറ്റമുണ്ട്, അതിന്റെ ഭാഗം കൂടിയാണ് നകുൽ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം എന്താണെങ്കിലും ഒരു വലിയ തിളക്കത്തിന്റെ ഭാഗം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അപർണ, രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനസേവനത്തിൽ നകുൽ ഒട്ടും പിന്നിലായിരിക്കില്ല. 100-ൽ 100 മാർക്ക് വാങ്ങാൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ നകുലിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. തിരുവനന്തപുരം നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ എൻഡിഎ നേടുന്ന മുൻതൂക്കത്തിൽ LDF ക്ഷീണിക്കുന്ന LDFന് പറഞ്ഞു നിൽക്കാൻ ചില കാര്യങ്ങൾ. LDFിന്റെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചിട്ടുണ്ട്. കൊല്ലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, കൊച്ചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആശ്വസിച്ച് നിൽക്കാം. പേട്ടയിലെ SP ദീപക്, ബഞ്ചൂർ ബാബു, ചാക്കയിൽ മുൻ മേയർ K ശ്രീകുമാറൊക്കെ ജയിച്ചിരിക്കുന്നു. LDFന് പറഞ്ഞു നിൽക്കാം. മേയർ സ്ഥാനാർത്ഥികൾ ജയിച്ചു, പക്ഷേ ആ മേയർ പദവിയിലേക്ക് എത്താൻ കഴിയില്ല, കൈവിടുന്നു ഇടതുപക്ഷത്തിന്. തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റത്തിലേക്ക് NDA പോകുന്നു എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ ഇപ്പോൾ NDAയുടെ കുതിപ്പ് തുടരുന്നു എന്നുള്ളതാണ് വലിയ മുന്നേറ്റം. NDA പ്രവചിക്കുന്നത് പോലെ തന്നെയുള്ള മുന്നേറ്റം. ഇനി അവർക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 9 സീറ്റുകൾ എന്നുള്ളതാണ്. 42 സീറ്റുകളിൽ വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് NDAയെ സംബന്ധിച്ചിടത്തോളം. ചരിത്രം കുറിക്കുമോ NDA കേരളത്തിൽ എന്നതാണ് അറിയേണ്ടത്. അഭിലാഷ്, ഇതിനകത്ത് ഞാൻ ഉറ്റുനോക്കുന്ന പ്രതികരണം, തിരുവനന്തപുരം MP എന്ത് പ്രതികരണം നടത്തും BJP-യിൽ? പ്രത്യേകിച്ച് ഇത്രയും വലിയ വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഏത് തരത്തിലുള്ള മറുപടി ആയിരിക്കും ശശി തരൂർ തിരുവനന്തപുരത്ത് NDA നടത്തുന്ന മുന്നേറ്റത്തിൽ പറയുക എന്നുള്ളത് ഈ സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും നെഞ്ചിടിപ്പോടെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അതായത് 42 സീറ്റുകൾ, തിരുവനന്തപുരത്ത് 101 വാർഡുകൾ ആണ് ഉള്ളത്. 100 വാർഡുകളിലേക്കാണ് ഇപ്പോൾ കോർപ്പറേഷനിലെ ഡിവിഷനുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ